24 ബിഗ് ഇമ്പാക്ട് ന്യൂ ഇയർ ആഘോഷത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിലെ ലഹരി കച്ചവടക്കാരെ കരുതൽ തടങ്കലിലാക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. നിലവിൽ 7 പേരെ കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട്. നഗരത്തിൽ പരിശോധന കർശനമാക്കുമെന്നും പുട്ട വിമലാദിത്യ 24നോട് പറഞ്ഞു. ലഹരിയുടെ കാണാപ്പുറങ്ങളെന്ന 24 പരമ്പരയ്ക്ക് പിന്നാലെയാണ് നടപടി. നമ്മൾ കഴിഞ്ഞ 1.5 മാസമായിട്ട് വളരെ ശക്തമായ ഒരു നടപടിയാണ് NDPS ആക്ടിവിറ്റീസ്ക്കെതിരെ എടുത്തു വരുന്നത്. ഒത്തിരി ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട സപ്ലയേഴ്സ് ആരാണ് എന്ന് നോക്കിയിട്ട് അവരെല്ലാവരുടെ പേരിൽ പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കുന്നുണ്ട്. മൊത്തം നമ്മൾ 12 പിറ്റ് NDPS ആക്ടിൻ്റെ കീഴിൽ നടപടി എടുക്കാൻ വേണ്ടിയുള്ള റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് 7 പേർക്ക് ഓർഡറായി. അവരെല്ലാവരും പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ന്യൂ ഇയർ വരെ എല്ലായിടത്ത് സ്ട്രോങ് ആയിട്ടുള്ളൊരു പോലീസ് പ്രസൻസ് മറ്റു നടപടി ഈ NDPS ആക്ടിവിറ്റീസ്ക്കെതിരെ ഉണ്ടാകും. ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്യാം, കഴിഞ്ഞ ദിവസം നമ്മൾ തുടർച്ചയായ ദിവസങ്ങളിൽ പരമ്പരയിലൂടെ പുറത്തു കൊണ്ടുവന്ന കുറേ വിവരങ്ങളുണ്ട്. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള ലഹരിക്കടത്തടക്കമുള്ള വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല, പോലീസിനെയും എക്സൈസിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ലഹരിയുടെ ഇടനിലക്കാർ, മുൻപ് ലഹരിക്കേസിൽ പിടിയിലായവരൊക്കെ സ്റ്റേറ്റസും വീഡിയോയും ഒക്കെ ഇട്ട് വെല്ലുവിളിക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു. ഈ ഘട്ടത്തിലാണോ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ? ഗോകുൽ, തീർച്ചയായും നമ്മൾ നൽകിയ പരമ്പര അത് പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവരുടെ ശ്രദ്ധയിലെത്തിയിരുന്നു. ലഹരിയുടെ കാണാപ്പുറങ്ങൾ എന്ന പരമ്പരയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നമ്മളോട് ലഹരിക്കെതിരായിട്ട് സന്ധിയില്ലാ സമരം ഉണ്ടാകും, കർശന നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. 12 പേരെയാണ് നിലവിൽ ഇപ്പോൾ സിറ്റി പോലീസ് കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നത്. ന്യൂ ഇയറിനോടനുബന്ധിച്ച് കൂടുതൽ പേരെ കരുതൽ തടങ്കലിലാക്കുമെന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതിന് പുറമെ ന്യൂ ഇയർ വരെ സിറ്റിയുടെ എല്ലാ ഭാഗത്തും ലഹരിക്കെതിരായ പരിശോധനകൾ കർശനമാക്കും. ഇതിനായി ഉദ്യോഗസ്ഥരുടെ 12 സ്ക്വാഡുകൾ പുതുതായി നിയമിച്ചിട്ടുണ്ട് എന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ലഹരി എത്തുന്നതും ലഹരി പാർട്ടികൾ നടക്കുന്നതും പോലീസ് കർശനമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നും ഒരു കാരണവശാലും ഇത്തരം പാർട്ടികൾ നടക്കാൻ അനുവദിക്കില്ല എന്നുമാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഇന്ന് 24നോട് വ്യക്തമാക്കിയത്. ഗോകുൽ.